മലപ്പുറം കുറ്റിപ്പുറത്ത് ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ടു. ഒരു കുട്ടിയടക്കം 6 പേർക്ക് പരിക്കേറ്റു. വിവാഹ നിശ്ചയത്തിന് പോയ സംഘത്തിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട ബസ് മറ്റ് വാഹനങ്ങളിൽ ഇടിച്ച് മറിയുകയായിരുന്നു. അരുൺ അമർനാഥ് സംഭവ സ്ഥലത്ത് നിന്നും ചേരുന്നുണ്ട്. അരുൺ, അമിത വേഗതയാണോ അപകടത്തിലേക്ക് എത്തിച്ചത്? എത്ര പേർക്ക് പരിക്കുണ്ട്? ഏതൊക്കെ വാഹനങ്ങളിലാണ് ഈ വാഹനം ഇടിച്ചത്? പ്രജീഷ്, 12:30 കൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ ബസ് നിയന്ത്രണം വിട്ട് മറ്റ് വാഹനങ്ങളിലേക്ക് കൂടി ഇടിച്ചു കയറുകയായിരുന്നു. കുറ്റിപ്പുറം മേൽപ്പാലത്തിന് സമീപമാണ് ദേശീയപാതയിൽ ഈ അപകടം നടക്കുന്നത്. ഒരു കുട്ടിക്ക് ഉൾപ്പെടെ 5 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് എന്നാണ് പ്രാഥമികമായുള്ള വിവരം. 60ഓളം പേർ ഈ ബസ്സിലുണ്ടായിരുന്നു. ചമ്രവട്ടം ഭാഗത്തേക്ക് പോകുന്ന വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കാനുണ്ടായ വിവാഹ സംഘം സഞ്ചരിച്ച ബസ്സായിരുന്നു ഇത്. ആ സമയത്ത് തന്നെ അവസരോചിത രക്ഷാപ്രവർത്തനം നടത്താൻ നാട്ടുകാർക്ക് സാധിച്ചു എന്നുള്ളതാണ്. കുറ്റിപ്പുറത്തെ താലൂക്ക് ആശുപത്രി സമീപത്ത് തന്നെയുണ്ട്. അവിടേക്കും ഒപ്പം തന്നെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രികളിലേക്കുമാണ് ആളുകളെ മാറ്റാൻ സാധിച്ചത്. ബസ്സിന് സാരമായി തന്നെ അത്തരത്തിൽ ചില്ലുകളെല്ലാം തകർന്നിട്ടുണ്ട്. ആ ഭാഗത്ത് ഉണ്ടായിരുന്നവർക്കാണ് കൂടുതലായും പരിക്കേറ്റത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി ആ സമയത്തുണ്ടായ ദൃക്സാക്ഷികളുടെ ഉൾപ്പെടെ പ്രതികരണത്തിലേക്ക് പോകുകയാണെങ്കിൽ എന്തായിരുന്നു കൃത്യമായി സംഭവിച്ചത്? ഇത് ഈ 3 വരിപ്പാത വന്നിട്ട് 1 വരിപ്പാതയിലേക്ക് തിരിയാണ്. ഇവിടെ റോഡ് പണി നടക്കുന്നതിൻ്റെ ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ വേണ്ടത്ര സിഗ്നലുകളോ പോസ്റ്റുകളോ ഒന്നും ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്ത് കൊടുക്കാതെ ഇതിൻ്റെ മുൻവശത്ത് വെച്ചിട്ട് തന്നെയാണ് ഡിവൈഡറും സിഗ്നലുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. അത് ഡ്രൈവർമാർക്ക് അത്ര ശ്രദ്ധയിൽപ്പെടില്ല എന്നാണ് മനസ്സിലാവുന്നത്. രാത്രി കാലങ്ങളിൽ എന്നും ആക്സിഡൻ്റ് ഉണ്ടാവുന്ന സ്ഥലമാണ്. അത് മീഡിയ രംഗത്ത് കാണാത്ത രാത്രിയായി സംഭവിക്കുന്നതുകൊണ്ടാണ് അത് അത്ര രംഗത്ത് വരാത്തത്. ഇത് പകൽ നടന്നുകൊണ്ടാണ് എല്ലാവരും അറിയപ്പെട്ടത്. ഇത് ഈ KNRCയുടെ റോഡ് പണിയുടെ അപാകതയാണ് ഈ അപകടത്തിന് കാരണം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ തന്നെ ആളുകളെയൊക്കെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിച്ചു. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കുറ്റിപ്പുറം താലൂക്ക് ഹോസ്പിറ്റൽ ഉള്ളത്. നിസാര പരിക്കുകളെ പറ്റിയ അവരെയും പിന്നെ കോട്ടകം മിനിസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ഒരു കുട്ടിക്ക് കുറച്ച് സീരിയസ് ആണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതെ, അങ്ങനെ ഒരു കുട്ടിയുടെ നില ഗുരുതരമാണ് എന്നുള്ള വിവരമാണ് തുടക്കം മുതലേ തന്നെ അറിഞ്ഞത്. ഈ നാട്ടുകാർ പറഞ്ഞ വിവരത്തിലേക്ക് തന്നെ പോയ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇത് ദേശീയപാതയാണ്. ഈ വീതിയുള്ള ഭാഗം ഈ മേഖലയിലേക്ക് എത്തുമ്പോൾ, മേൽപ്പാലത്തിന് അരികിലെത്തുമ്പോൾ റോഡിൻ്റെ വീതി കുറയുകയാണ്. അപ്പോൾ നിർമ്മാണ പ്രവൃത്തികളും KNRCയുടെ നിർമ്മാണ പ്രവൃത്തികളും ഒരു വശത്ത് നടക്കുന്നുണ്ട്. അതാണ് ഇത്തരത്തിലൊരു അപകട കാരണത്തിന് പതിവായി തന്നെ ഇത്തരത്തിൽ രാത്രികാലങ്ങളിലൊക്കെ അപകടങ്ങൾ ഉണ്ടാകുന്നു എന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടെ ഇപ്പോൾ അപകടം ഉണ്ടാകാനുള്ള കാരണവും നമുക്ക് മനസ്സിലാകുന്നത് അത് തന്നെയാണ്. ഈ വീതി കുറഞ്ഞ ഭാഗത്ത് വെച്ച് മറ്റ് വാഹനത്തിന് വഴിയൊരുക്കുന്ന വഴിയാണ് ഈ ബസ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് മനസ്സിലാകുന്നത്. നിയന്ത്രണം വിട്ട് ഈ ബസ് മറയുകയായിരുന്നു. ഈ കാറുകളിലൊക്കെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ആദ്യം ഒരു കാറിലിടിച്ചാണ് ബസ് മറയുന്നത്. ആ കാറിനുമൊക്കെ പരിക്കുണ്ട്. എന്തായാലും ആശുപത്രിയിൽ 5 പേരാണ് നിലവിൽ സാരമായി പരിക്കേറ്റ് ചികിത്സയിലുള്ളത്. ബാക്കി ആളുകളുടെയൊക്കെ നില തൃപ്തികരമാണ് എന്നുള്ള വിവരം തന്നെ വരുന്നു. കുറ്റിപ്പുറം മേൽപ്പാലത്തിന് സമീപമാണ് എന്തായാലും ഇത്തരത്തിൽ ആശങ്കയെടുത്തുന്ന രീതിയിൽ ബസ് മറിഞ്ഞൊരു അപകടം ഉണ്ടാകുന്നത്. പ്രജീഷ്, വലിയ അപകടമാണ്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ റോഡിന്റെ നിലവിലെ അശാസ്ത്രീയമായിട്ടുള്ള ആ നിർമ്മാണ രീതി അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നു. മറ്റൊന്ന്, ഈ കനത്ത മഴ കൂടി പെയ്യുന്ന ഒരു സമയമാണ്. അതൊക്കെ ഈ അപകടത്തിന് വഴിവെച്ചിട്ടുണ്ടോ? ഈ പരിക്കേറ്റ ആളുകളുടെയൊക്കെ തന്നെ ആരോഗ്യനില സംബന്ധിച്ച് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? നിലവിൽ തുടക്കം മുതൽ തന്നെ ഒരു കുട്ടിയുടെ നിലയാണ് ഗുരുതരമായിട്ടുണ്ട് എന്നറിയുന്നത്. ഒപ്പം തന്നെ 5 പേർക്കാണ് അത്തരത്തിലൊരു സാരമായ പരിക്കുകളുള്ളത്. ബാക്കി എല്ലാവരും ആ സമയത്ത് തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. നേരത്തെ പറഞ്ഞത് ഈ അപകടത്തിന് വഴിവെക്കാനുണ്ടായ ഒരു കാരണം എന്ന് പറഞ്ഞത് ഈ പ്രധാനപ്പെട്ട ഈ വഴിയുടെ ഈ ഒരു ദിശ തന്നെയാണ്. കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ ഇത് ദേശീയ പാതയാണ്. ഇവിടെ 4 വരി പാതയാണ്. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് എത്തുമ്പോൾ തന്നെ അത് മേൽപ്പാലത്തിന് സമീപം എത്തുമ്പോൾ അതിന് വീതി കുറയുന്ന ഒരു മേഖലയുണ്ട്. അവിടെ വെച്ചാണ് ബസ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. ബസ് തെന്നി മാറി, അതായത് നിയന്ത്രണം വിട്ട ബസ് തെന്നി മാറി മറിഞ്ഞ് മറ്റ് വാഹനങ്ങളിലേക്കൊക്കെ ഇടിക്കുന്ന സ്ഥിതി ഉണ്ടായത് കാരണം മറ്റൊരു വാഹനത്തിന് വഴിയൊരുക്കുന്നതിനാൽ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തതൊക്കെ തന്നെയാണ് ഈ ദേശീയപാതയിലെ നിർമ്മാണം നടക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ക്രമീകരണങ്ങൾ കൃത്യമായി ഏർപ്പെടുത്താത്തതും ഒക്കെയുള്ള ഒരു കാര്യങ്ങൾ. അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായോ എന്ന തരത്തിൽ
തരത്തിലൊക്കെ ഒരു പഠനവും അന്വേഷണമൊക്കെ എന്തായാലും തീർച്ചയായും വേണ്ടതാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി തന്നെ മാറുമോ എന്നുള്ളത് തന്നെയാണ് ഒരു ആശങ്കയൊക്കെയായി മുന്നിലേക്ക് വരുന്നത്. ഇത് ആവർത്തിക്കപ്പെടാനുള്ള സാധ്യത ഒക്കെ ഉണ്ട്. അപ്പോൾ കൃത്യമായൊരു ക്രമീകരണമൊക്കെ വേണ്ടതില്ല എന്നൊരു ചോദ്യമൊക്കെ അവിടെ ബാക്കിയാണ്. എന്തായാലും നിലവിൽ ഒരു കുട്ടിയുടെ നില ഗുരുതരമായി എന്നുള്ളതാണ് ഈ അപകടത്തിലുള്ളത്. പക്ഷേ ഇനി ഒരു പാഠം തന്നെയായി ഈ അപകടം അവിടെ അവശേഷിക്കുന്നുമുണ്ട്. പ്രജീഷ്.